കോപ്പർ വയർ എടുക്കുക. 4mm കോപ്പർ വയറാണ്. അത് രണ്ടായി ഇതുപോലെ ഫോൾഡ് ചെയ്ത് നന്നായി ചുറ്റി കൊടുക്കുക, തിക്നെസ് കൂടാൻ വേണ്ടിയിട്ടാണ്. ശേഷം അതിൻ്റെ സെൻറ്റർ പോയിന്റിലേക്ക് ഒരു 5 ബീഡ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ ഇടതുവശത്തെ ബീഡിൻ്റെ ഉള്ളിലൂടെ വലതുവശത്തെ കോപ്പർ വയർ ഇതുപോലെ ഇട്ട് നന്നായി വലിച്ചൊന്ന് ടൈറ്റ് ചെയ്ത് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുക കേട്ടോ. ശേഷം ഒരു സൈഡിൽ 2 ബീഡും മറ്റേ സൈഡിൽ 2 ബീഡും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ വലതുവശത്തെ കോപ്പർ വയർ ഇടതുവശത്തെ ബീഡിൻ്റെ ഉള്ളിലൂടെ ഇട്ട് നന്നായി വലിച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സെയിം രീതിയിലാണ് ഇത് നമ്മൾ മുഴുവനായിട്ടും ചെയ്തെടുക്കേണ്ടത്. ഒരു 11 റൗണ്ട് ഇതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു സൈഡിലേക്ക് 2 ബീഡും മറ്റേ സൈഡിൽ 1 ബീഡും ആണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ 1 ബീഡിട്ട കോപ്പർ വയർ മറ്റേ സൈഡിലുള്ള ബീഡിൻ്റെ ഉള്ളിലൂടെ ഇട്ട് നന്നായി വലിച്ച് ടൈറ്റ് ചെയ്തൊന്ന് ചുറ്റിയെടുക്കുക കേട്ടോ. നന്നായി ചുറ്റിയതിന് ശേഷം അതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഒരു റൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ എൻഡ് ഇതുപോലെ കോപ്പർ വയറിലേക്ക് തന്നെ ചുറ്റി അവിടെ ലോക്ക് ചെയ്ത് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഇയർ റിങ്ങിൻ്റെ ഫ്രെയിം എടുക്കാം. എന്നിട്ട് അതിൻ്റെ താഴ്വശം ഓപ്പൺ ചെയ്ത് ഈ ഒരു കമ്മലിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കുക. ശേഷം ഫ്യൂസ് സ്റ്റാർ ഇതുപോലെ 2ആയി ഫോൾഡ് ചെയ്ത് അതിലേക്കൊരു ബീഡ് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ബീഡ് നമ്മുടെ ഈ ഒരു കമ്മലിൻ്റെ ഉള്ളിലിട്ട് നന്നായി ചുറ്റി അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് ഒരു ഹാങ്ങിങ് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ അടിപൊളി കമ്മൽ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.